തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് മരണം. അതേസമയം പോക്സോ കേസിൽ പ്രതി അരുൺ ആനന്ദിനെ അറസ്റ്റ് ചെയ്യും. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, ആശുപത്രിയിലെ സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായോ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ആനന്ദ്, എന്തായാലും ആശുപത്രിയിലെ സാങ്കേതിക ക്രമങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം പൂർത്തിയായി കുട്ടിയുടെ മൃതദേഹം ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ ഇപ്പോൾ ഉള്ള ഒരുക്കങ്ങളോ അല്ലെങ്കിൽ ഇനിയുള്ള നടപടികളോ ഒന്നും തന്നെ ഇനി വലിയ രീതിയിൽ അവശേഷിക്കില്ല. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശേഷം അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നത്. അതിനുശേഷം അവിടെ നിന്നും കുട്ടിയുടെ അമ്മയുടെ വീടായ തൊടുപുഴയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. തൊടുപുഴയിൽ കൊണ്ടുപോയ ശേഷമായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന ശേഷമുള്ള ബാക്കി ആചാരപ്രകാരമുള്ള കുട്ടിയുടെ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം 7 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാനായില്ല. 7 വയസ്സുകാരൻ മരണപ്പെട്ടു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ പ്രാർത്ഥനയോടെയാണ് കേരളം 7 വയസ്സുകാരന്റെ ജീവന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നത്. എന്നാൽ വിദഗ്ധ സംഘം പരിശോധിച്ച വിദഗ്ധ സംഘം ഉൾപ്പെടെ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം ഇപ്പോൾ ശേഷിക്കുന്നില്ല എന്ന തരത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ കുട്ടിയുടെ ജീവൻ അപായപ്പെട്ട സ്ഥിതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതിൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും വലിയ രീതിയിലുള്ള ചികിത്സകളോ അല്ലെങ്കിൽ കുട്ടിക്ക് ആവശ്യമായ രീതിയിലുള്ള ചികിത്സകളോ എല്ലാം തന്നെ കുട്ടിക്ക് ലഭ്യമാക്കിയിരുന്നു. ഇതുകൊണ്ടൊന്നും തന്നെ ആ 7 വയസ്സുകാരുടെ ജീവൻ രക്ഷിച്ചെടുക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ 11:30 കൂടിയാണ് കുട്ടിയുടെ പൾസ് വെച്ചത്. തുടർന്ന് 11:35 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ 7-8 ദിവസമായി കുട്ടിയെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. ആരോഗ്യനിലയിൽ മാറ്റമില്ലാത്തതിനെയാണ് ഈ കുട്ടി നിന്നിരുന്നത്. കുട്ടിയുടെ രക്തസമ്മർദ്ദം ഉൾപ്പെടെയുള്ളവ മരുന്നുകളുടെ സഹായത്തോടു കൂടി മാത്രമാണ് നിയന്ത്രിച്ചിരുന്നത്. കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ളത് യന്ത്രസഹായം വെന്റിലേറ്റർ സഹായത്തോടെ മാത്രമേ നിലനിർത്താൻ ആശുപത്രിക്ക് സാധിക്കുകയുള്ളൂ. എന്തായാലും വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഒരു ചികിത്സയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പിന്തുണ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഇപ്പോൾ ഫലം കണ്ടില്ല എന്ന് തന്നെ വേണം ഈ ഒരു മണിക്കൂർ അല്പസമയത്തിനകം ശരി, വിഷ്ണു പ്രസാദാണ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നൽകിയത്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. MK രാഘവനെതിരായ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. രാഘവനെതിരെ അന്വേഷണം നടത്താൻ DGPക്ക് നിർദ്ദേശം നൽകിയെന്നും ടിക്കാറാം മീണ പറഞ്ഞു. ആരോപണത്തിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും പരാതിയുണ്ടെങ്കിൽ MK രാഘവന് പോലീസിനെ സമീപിക്കാമെന്നും ടിക്കാറാം മീണ അറിയിച്ചു. കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ മൂർവൺ കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് റിപ്പോർട്ട് തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. And I have asked the report from the DGP as well as from the returning officer, both. And both have given a preliminary report to me. Final report is yet to come because when such incidents takes place, the voice sample have to be, verified scientifically. MK രാഘവൻ 5 കോടി കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ ത്വരിതാന്വേഷണം നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ DGPയോട് ആവശ്യപ്പെട്ടു. രാഘവൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് DGPക്ക് ലഭിച്ച പരാതികൾ കണ്ണൂർ റേഞ്ച് IGക്ക് കൈമാറി. പരാതിയിൽ കോഴിക്കോട് ACP അന്വേഷണം നടത്തും. ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച രാഘവനെതിരെ CPIM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്തെത്തിയാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ബീഹാറിലെ പട്ന സാഹിബ് മണ്ഡലത്തിൽ ഇത്തവണ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ മത്സരിപ്പിക്കാൻ BJP തീരുമാനിച്ചതിനെ തുടർന്നാണ് ശത്രുഘ്നൻ സിൻഹ പാർട്ടി വിട്ടത്. നരേന്ദ്രമോദിയുടെ വിമർശകനായിരുന്നതിനെ തുടർന്ന് BJP ശത്രുഘ്നൻ സിൻഹയ്ക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ പട്ന സാഹിബിൽ തന്നെ മത്സരിക്കാനാണ് സിൻഹയുടെ നീക്കം. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്.
സൈന്യത്തെ മോദി സേനയെന്ന് വിളിച്ചതിനെക്കുറിച്ച് യോഗി ആദിത്യനാഥ് നൽകിയ വിശദീകരണം കമ്മീഷൻ തള്ളി. നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാറിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂക്ഷ വിമർശനം. നരേന്ദ്രമോദി നടത്തിയ ഹിന്ദു വോട്ടർമാരെന്ന പരാമർശത്തെക്കുറിച്ച് കമ്മീഷൻ അന്വേഷണം തുടങ്ങി. മാർച്ച് 31 ഗാസിയാബാദിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ യോഗി ആദിത്യനാഥ് രാഷ്ട്രീയവൽക്കരിച്ചിരുന്നു. ഇന്ത്യൻ ആർമി മോദി സേനയെന്നായിരുന്നു പരാമർശം. ഇതിനെതിരായ പരാതിയുടെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിൽ നിന്നും കമ്മീഷൻ വിശദീകരണം തേടി. പരാമർശത്തെ ന്യായീകരിച്ച യോഗി സർക്കാരിന്റെ തലവനെന്ന നിലയിൽ ഇന്ത്യൻ സേന മോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് സൂചിപ്പിച്ചു. ഇത് തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് വിമർശിച്ചു. ഭാവിയിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പും നൽകി. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രകടന പത്രികയെ വിമർശിച്ച നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാറിനെയും കമ്മീഷൻ വിമർശിച്ചു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നരേന്ദ്രമോദി നടത്തിയ ഹിന്ദു വോട്ടർ പ്രസംഗത്തെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 വർദ്ധയിൽ നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദു വോട്ടർമാരുടെ മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഒളിച്ചോടുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ച് മഹാരാഷ്ട്ര ചീഫ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലിയിൽ ആം ആദ്മിയുമായുള്ള സഖ്യ ചർച്ചകൾ തകർത്ത കോൺഗ്രസ്. 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 3 സീറ്റ് വേണമെന്ന കോൺഗ്രസ് പിടിവാശി അംഗീകരിക്കാനാകില്ലെന്ന് ആം ആദ്മി അറിയിച്ചു. ആം ആദ്മി ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടും. മറ്റൊരു വാർത്തയിലേക്ക്. സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് അഭിനന്ദന പ്രവാഹം. ശ്രീധന്യയെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും രംഗത്തെത്തി. ശ്രീധന്യയ്ക്കുള്ള അഭിനന്ദനത്തിനൊപ്പം ശ്രീധന്യയെ മുൻനിർത്തി ഗോത്രവിഭാഗത്തിലെ സർക്കാർ ഇടപെടലിനെ കൂടി പ്രശംസിച്ച് നടൻ കമൽഹാസനും ട്വീറ്റ് ചെയ്തു. സാമൂഹ്യ പിന്നോക്കാവസ്ഥയോട് പൊരുതി സിവിൽ സർവീസ് പരീക്ഷയിൽ 410ാം റാങ്ക് കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് നാനാഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണ്. ശ്രീധന്യയുടെ നേട്ടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ എല്ലാ ആശംസകളും നേർന്നതോടൊപ്പം ഉയർന്ന വിജയം കരസ്ഥമാക്കിയ മറ്റ് മലയാളി വിദ്യാർത്ഥികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കുന്ന ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആദ്യയാളാണ് ശ്രീധന്യ സുരേഷ് എന്നും ഉന്നതങ്ങളിലെത്താൻ എല്ലാ ആശംസകളും നേരുന്നുവെന്നും ഗവർണർ പി സദാശിവം പറഞ്ഞു. ശ്രീധന്യയെ അഭിനന്ദിച്ച് സിനിമാ താരം കമൽഹാസനും രംഗത്തെത്തി. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കമൽഹാസൻ പ്രശംസിച്ചു. ട്വീറ്റിലൂടെയായിരുന്നു കമൽഹാസൻ ശ്രീധന്യയെ മുൻനിർത്തി സർക്കാരിനെയും അഭിനന്ദിച്ചത്. ന്യൂസ് ഡെസ്ക്. RSSും BJPയും നടത്തുന്ന അതേ നിലപാടുകൾ പിന്തുടർന്നാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നതെന്ന് പിണറായി. BJP ഇല്ലാത്ത വയനാട്ടിൽ നിന്ന് രാജ്യത്തെ BJP എതിരിടുന്നുവെന്ന് പറയുന്നതിൽ എന്തർത്ഥം? രാഹുലിന്റെ ഔദാര്യം LDFന് വേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. എന്ത് സന്ദേശമാണ് അത് നൽകുക? ഇടതുപക്ഷത്തെ നേരിടാൻ വന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ളത്. അപ്പോൾ രാജ്യത്ത് പരാജയപ്പെടുത്തേണ്ട ശക്തി ഇടതുപക്ഷമാണ് എന്ന സന്ദേശം ആ മത്സരത്തോടെ നൽകുകയാണ്. അപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ ഒരു ന്യായവാദം ഇന്ന് കാണുന്നത്. ഉമ്മൻചാണ്ടി പറയുന്നത് അങ്ങനെയല്ലത്, ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് തെക്കേ ഇന്ത്യയിലെ BJP ആകെ പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് നല്ലൊരു വാദമാണ്. അതിന് BJP സ്ഥാനാർത്ഥി അവിടെ വേണ്ടേ? നിങ്ങളെ നേരിടാൻ BJP സ്ഥാനാർത്ഥിയുണ്ടോ? BJP ഇല്ലാത്തവരിടത്ത് വന്ന് മത്സരിച്ചിട്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാകുമോ എന്ന് നോക്കിയിട്ട് അത്തരമൊരു മത്സരം നടത്തിയിട്ട് രാജ്യത്താകെയുള്ള BJPയെ നേരിടുകയാണെന്ന് പറഞ്ഞാൽ എന്താ അതിനൊക്കെ പറയുക? ആളുകളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത് കേട്ടോ. ഇത് കുറച്ച് കടന്ന കൈയാണ്. അതിനെങ്കിലും മെനക്കെടാതിരിക്കണം. അരൂർ മണ്ഡലത്തിലെ MLA കൂടിയായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫിനാണ് ഇന്ന് പെരുമ്പളം ദ്വീപിൽ സ്വീകരണം നൽകുന്നത്. 16,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് പെരുമ്പളം. രാവിലെ 7 മണിയോടെയാണ് അരൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ AM ആരിഫ് മണ്ഡലത്തിലെത്തിയത്. തന്റെ 3ാം വട്ട പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആരിഫ് ദ്വീപിലെത്തിയത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപവാസികളുടെ ചിരകാല സ്വപ്നമായ പെരുമ്പളം പാലമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ പൂർത്തീകരിച്ച MLAയ്ക്കാണ് ദ്വീപ് നിവാസികൾ ആവേശകരമായ സ്വീകരണം നൽകി വരുന്നത്. രാവിലെ ദ്വീപിലെ സ്വീകരണത്തിന് ശേഷം അരൂർ മണ്ഡലത്തിലെ മറ്റു മേഖലകളിലും ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
ഫോട്ടോഷൂട്ട് നടത്തി വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്തത് ചെല്ലാനം സ്വദേശിയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. UDFന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന രീതിയിൽ അവതരിപ്പിച്ച ഈ ചിത്രം വ്യാജമാണെന്ന് തെളിയുകയാണിപ്പോൾ. ചെല്ലാനം സ്വദേശിയായ ലാൽസൺ എന്ന യുവാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് UDF നടത്തിയ കള്ളത്തരം പുറത്തുവരുന്നത്. പ്രളയം ബാധിക്കാത്ത തീരദേശ മേഖലയായ ചെല്ലാനത്തെ VJ റാഫേൽ എന്ന വ്യക്തിയാണ് ചിത്രത്തിലുള്ളത്. സിനിമാ ഷൂട്ടിംഗ് നടക്കാറുള്ള ചെല്ലാനത്ത് ചായക്കടയിൽ ചായ കുടിക്കാൻ പോയ റാഫേലിനെയാണ് പോസ്റ്റർ ഷൂട്ടിനായി UDF പറ്റിച്ചത്. വൈകുന്നേരം ചായ കുടിക്കാണ്ട് അങ്ങനെ പോയപ്പോഴേക്കും പ്രാദേശികമായിട്ടുള്ള കുറച്ച് കോൺഗ്രസ്സുകാരൊക്കെ ഒരു പോസ്റ്റ് എടുക്കാനാണെന്ന് കൈകൊണ്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയാൻ പാടില്ല, ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ കൈകൊണ്ട് നിൽക്കുകയും ചെയ്തു. വിളിക്കാമെന്നറിയിച്ച് ഫോട്ടോ എടുത്തുപോയ UDFകാരെ പറ്റി പിന്നീട് റാഫേലിന് അറിയില്ല. തുടർന്നാണ് 48,000 ലൈക്കുള്ള UDFന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് മരുമകൻ റാഫേലിനെ അറിയിച്ചത്. പ്രളയ സമയത്ത് റാഫേൽ കേരളത്തിലുണ്ടായിരുന്നില്ല എന്നും ലാൽസൺ പറയുന്നു. അമ്മാവന്റെ രണ്ടാമത്തെ മകൻ റിയാദിൽ ജോലി ചെയ്യാണ് നൈസായിട്ട്. മകനും മരുമകളുടെ ഒപ്പം അവിടെ ആയിരുന്നു അമ്മാവനും അമ്മായിയും. പ്രളയത്തിന് ശേഷം സെപ്റ്റംബർ 30-ാണ് അമ്മാവൻ തിരികെ കേരളത്തിലെത്തുന്നത്. മത്സരം ശക്തമായ എറണാകുളത്തെ UDF പ്രവർത്തകർ പരാജയഭീതിയിലാണ്. കള്ളം കൈയോട് പിടിക്കപ്പെട്ടിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് UDF കേരള പേജിന്റെ അഡ്മിൻ. 40-ലധികം പേരാണ് സത്യം എന്തെന്നറിയാതെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും വിഷ്ണു പ്രസാദ്. തന്നെ അപമാനിച്ച കോൺഗ്രസ് നേതാവിനെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമായി മഹിളാ കോൺഗ്രസ് മുൻ നേതാവ്. വാർത്താ സമ്മേളനത്തിനിടെ പലതവണ മനം നൊന്ന് പൊട്ടിക്കരഞ്ഞ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പർ കൂടിയായ ഷീല പത്മനാഭൻ പ്രസ് ക്ലബിൽ കുഴഞ്ഞു വീണു. അവശയായവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടിയണിഞ്ഞ് പൊതുസമൂഹത്തിലും ക്യാമറകൾക്ക് മുന്നിലും സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ കാപട്യവും ദുഷ്ടതകളും ജനം തിരിച്ചറിയുമെന്നും താൻ ജീവനേക്കാൾ സ്നേഹിച്ച കോൺഗ്രസ് പാർട്ടി ഒരു ആവശ്യഘട്ടത്തിൽ തന്നോട് പെരുമാറിയ രീതി തനിക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമാണെന്നും ഷീല പറയുന്നു. സ്ത്രീ സംരക്ഷണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാ ക്യാമറകൾക്ക് മുമ്പിലും മറ്റുള്ളവർക്ക് നാലാൾ കൂടുന്നിടത്തും പറഞ്ഞാൽ പോരാ. സ്വന്തം പാർട്ടിയിൽ വിശ്വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് അത് സുരക്ഷ ലഭ്യമാക്കി തരാൻ കഴിയില്ലെങ്കിൽ വെറുതെ സംസാരിച്ചിട്ട് എന്തിനാണ് ഈ കാപട്യത്തിന്റെ മുഖം കൊണ്ട് നടക്കുന്നത്? തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ മെമ്പറും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്നു ഷീല പത്മനാഭൻ. എന്നാൽ ഒരു മുന്നറിയിപ്പും കൂടാതെ ചിലരുടെ വ്യക്തി താൽപര്യപ്രകാരം ഷീല പത്മനാഭനെ കോൺഗ്രസിൽ നിന്ന് DCC പുറത്താക്കുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിനിടെ പലതവണ മനനൊന്ത് പൊട്ടിക്കരഞ്ഞ ഷീല പ്രസ് ക്ലബിൽ കുഴഞ്ഞു വീണു. അവശയായി ഇവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് യോഗത്തിൽ വെച്ച് DCC സെക്രട്ടറി K. അജിത് കുമാർ തന്റെ സ്ത്രീത്വത്തിനു നേരെ നിന്ദ്യമായ വാക്കുകളുടെ അധിക്ഷേപിച്ചതായാണ് ഷീലയുടെ പരാതി. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, TN പ്രതാപൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഷീല പരാതി നൽകി. കൂടാതെ വടക്കാഞ്ചേരി പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അശരണയും രോഗിയുമായ തന്നെ അപമാനിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ വേട്ടക്കാരനെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നതെന്നും പരാതി കൊടുത്ത തന്നെ വിശദീകരണം പോലും ചോദിക്കാതെ DCC പ്രസിഡന്റായ TN പ്രതാപൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും ഷീല പറയുന്നു. ഷീല പരാതിയിൽ പറയുന്ന അജിത് കുമാർ ഇപ്പോൾ വടക്കാഞ്ചേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റാണ്. നിലവിൽ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയായ TN പ്രതാപൻ ഏത് വിധത്തിലുള്ള സ്ത്രീ സംരക്ഷണമാണ് ഉറപ്പാക്കുന്നതെന്നും ഷീല ചോദിക്കുന്നു. PP സലീമിനൊപ്പം VS അഭിരാം, തൃശൂർ. എറണാകുളം ലോക്സഭാ സ്ഥാനാർത്ഥി P. രാജീവ് രചിച്ച എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന പുസ്തകം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. ധനമന്ത്രി തോമസ് ഐസക് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് എഴുത്തുകാരി തനുജ ഭട്ടതിരിക്ക് കൈമാറി. ഇൻസൈറ്റ് പബ്ലിക്കാണ് പുസ്തക പ്രസാധകർ. രാജീവ് തന്നെ രചിച്ച കാഴ്ചവട്ടം എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ് എന്തുകൊണ്ട് ഇടതുപക്ഷം എന്ന പുസ്തകം. രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടതുപക്ഷം ചെലുത്തുന്ന സ്വാധീനവും പുസ്തകം ചർച്ച ചെയ്യുന്നുണ്ട്. ധനമന്ത്രി തോമസ് ഐസക് പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് എഴുത്തുകാരി തനുജ ഭട്ടതിരിക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാജീവ് ചടങ്ങിലെത്തി നന്ദി രേഖപ്പെടുത്തി. രാജീവ് തന്നെ രചിച്ച കാഴ്ചവട്ടം എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു. 5000 കോടിയിലധികം നിക്ഷേപം വരുന്ന 2 വർഷങ്ങളിൽ കൊച്ചിയിൽ വേണ്ടിവരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇത് കൊച്ചിയുടെ നഗരവികസനത്തിന് പുതിയ മാനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം എന്ന് പറയുന്നത് ഒരു വൈജ്ഞാനിക സമൂഹമായിട്ട് മാറണം. എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് വേണം. നൗ വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് ഇൻ ദാറ്റ്. ഓക്കെ, എത്ര 2000 കോടി രൂപ K ഫോൺ
എല്ലാ വീട്ടിലും 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേബിൾ TV ലൈൻ വലിക്കുന്ന പോലെ ലൈൻ, ഇൻഫാക്ട് കേബിൾ TV ലൈനിൽ കൂടിയായിരിക്കും ഇന്റർനെറ്റ് കൊടുക്കാൻ പോകുന്നത്. എല്ലാ വീട്ടിലും ഫ്രീ, ഒരു പരിധി വരെ എല്ലാവർക്കും. ഇങ്ങനെയുള്ള വലിയ ഗെയിം ചേഞ്ചേഴ്സിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. നഗരവികസനത്തിന്റെ ഭാഗമായി ജലഗതാഗത പദ്ധതികൾ, 3 ആശുപത്രികളുടെ വികസനം, തീരസംരക്ഷണ പദ്ധതികൾ, സീപോർട്ട് എയർപോർട്ട് റോഡ്, ഫ്ലൈ ഓവറുകൾ, പാലങ്ങൾ, പെട്രോ കെമിക്കൽ പാർക്ക് എന്നിവയ്ക്കാണ് തുക ചെലവാക്കുന്നത്. എന്നാൽ കിഫ്ബി വഴിയല്ലാതെ ഇവ നടപ്പാക്കാൻ സർക്കാർ 25 വർഷം ഭരണം മാറ്റിവെക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.